ഹായ് ഹലോ, എല്ലാവർക്കും ക്യൂസ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് നോക്കാം. വരാൻ പോകുന്ന LGS, LDC, VFA, ബെവ്കോ അതുപോലെ ഡിഗ്രി ലെവൽ എക്സാംസിന് എല്ലാം കറണ്ട് അഫയേഴ്സിന്റെ ഭാഗം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസത്തെ മുഴുവൻ കറണ്ട് അഫയേഴ്സ് ഭാഗവും നമുക്ക് ഈ ക്ലാസ്സിലൂടെ പരിചയപ്പെടാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: കാൻഡിഡേറ്റ്സ് ചെസ് കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം? ഉത്തരം വൈശാലി രമേഷ് ബാബു. അടുത്ത ചോദ്യം: രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്രിക്കറ്റർ എന്ന റെക്കോർഡ് നേടിയ വനിതാ താരം? ഉത്തരം സ്മൃതി മന്ദാന. ഇന്ത്യൻ ടീം മുൻ നായകൻ രോഹിത് ശർമ്മയുടെ പേരിലുണ്ടായിരുന്ന റെക്കോർഡാണ് സ്മൃതി മന്ദാന മറികടന്നത് എന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം: നീതി ആയോഗിന്റെ പുതിയ വൈസ് ചെയർമാൻ? ഉത്തരം അശോക് കുമാർ ലാഹിരി. ഭാരത സർക്കാരിന്റെ വിദഗ്ധ ഉപദേശക സമിതിയാണ് നീതി ആയോഗ്. ഇത് നിലവിൽ വരുന്നത് 2015 ജനുവരി 1-നാണ്. നീതി ആയോഗിന്റെ ചെയർമാൻ ആരാണെന്ന കാര്യം ഒന്ന് കമന്റ് ചെയ്യണേ. അടുത്ത ചോദ്യം: രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനായി 3-ാം തവണയും ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം ഹരിവംശ് നാരായൺ സിംഗ്. അടുത്ത ചോദ്യം: ആദ്യകാല ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നായ ഡെബിയന്റെ പ്രോജക്ട് ലീഡർ പദവിയിലെത്തുന്ന ആദ്യ വനിത? ഉത്തരം മലയാളിയായ ശ്രുതി ചന്ദ്രൻ. ഏഷ്യയിൽ നിന്നും ഡെബിയന്റെ പ്രോജക്ട് ലീഡർ ആവുന്ന ആദ്യത്തെ വ്യക്തിയാണിവർ. അടുത്ത ചോദ്യം: US-ലെ ആഗോള ടെക്നോളജി കമ്പനിയായ ആപ്പിളിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ? ഉത്തരം ജോൺ ടർണസ്. അടുത്ത ചോദ്യം: ബീഹാറിന്റെ 24ാമത് മുഖ്യമന്ത്രി? ഉത്തരം സാമ്രാട്ട് ചൗധരി. മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ രാജിവെച്ചതിനെ തുടർന്നാണ് ബീഹാറിൽ BJPയുടെ ആദ്യ മുഖ്യമന്ത്രിയായി ഇദ്ദേഹം സ്ഥാനമേറ്റത്. അടുത്ത ചോദ്യം: ലോക ബാഡ്മിന്റൺ ഫെഡറേഷൻ BWF കൗൺസിലിൽ അംഗമായ ഇന്ത്യൻ വനിതാ ബാഡ്മിന്റൺ താരം ആര്? ഉത്തരം PV സിന്ധു. അടുത്ത ചോദ്യം: യുനെസ്കോയുടെ 2027 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരം? ഉത്തരം കൊളംബിയൻ നഗരമായ മെഡലിൻ. അടുത്ത ചോദ്യം: പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടനയായ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൗൺസിൽ ഒപ്പേക്കിൽ നിന്ന് പിന്മാറിയ രാജ്യം? ഉത്തരം UAE. 1960-ൽ ബാഗ്ദാദിൽ ഇറാൻ, ഇറാഖ്, കുവൈറ്റ്, സൗദി, വെനസ്വല എന്നീ രാജ്യങ്ങൾ ചേർന്നാണ് ഒപ്പേക്ക് രൂപീകരിച്ചത്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്ന, ഓസ്ട്രിയ ആണെന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം: 2025-ലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരങ്ങളിലൊന്നായ സരസ്വതി സമ്മാൻ നേടിയത് ആര്? ഉത്തരം ബംഗാളി സാഹിത്യകാരനായ രാം കുമാർ മുഖോപാധ്യായ. ഇദ്ദേഹത്തിന്റെ ഹർ പാർവതി കഥ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ചോദ്യം: കായിക രംഗത്തെ ഓസ്കാർ എന്ന് വിശേഷിപ്പിക്കുന്ന ലോറസ് അവാർഡ് നേടിയ ടെന്നീസ് താരങ്ങൾ? ഉത്തരം കാർലോസ് അൽക്കാരസ് സ്പെയിൻ, അരീന സെബലങ്ക ബെലാറസ് എന്നിവരാണ് ഈ പുരസ്കാരത്തിന് അർഹരായത്. അടുത്ത ചോദ്യം: US ആർമി വാർ കോളേജിന്റെ ഹാൾ ഓഫ് ഫെയിം പദവിക്ക് അർഹനായത് ആര്? ഉത്തരം ഇന്ത്യയുടെ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ VK സിംഗ്, ജനറൽ വിക്രം സിംഗ് എന്നിവർക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ഇന്ത്യയിലെ 3-ാമത്തെ സൈനിക മേധാവിയാണ് ഇദ്ദേഹം. അടുത്ത ചോദ്യം: ഫിസിക്സ് ഓസ്കാർ എന്നറിയപ്പെടുന്ന ന്യൂ ഹൊറൈസൺസ് ഇൻ ഫിസിക്സ് രാജ്യാന്തര പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം US-ലെ മലയാളി ഗവേഷകനായ മാത്യു സിറിയക് മാധവശ്ശേരി. അടുത്ത ചോദ്യം: നിലവിലെ റിപ്പോ നിരക്ക്? ഉത്തരം 5.25%. അടുത്ത ചോദ്യം: ഇന്ത്യയിലെ 1961-ലെ ആദായ നികുതി നിയമത്തിന് പകരമുള്ള പുതിയ ആദായ നികുതി നിയമം നിലവിൽ വന്നത് എന്ന്? ഉത്തരം 2026 ഏപ്രിൽ 1. ആദായ നികുതി നിയമത്തിലെ ഭാഷ ലളിതമാക്കുകയും യുക്തിസഹമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ധനമന്ത്രി നിർമ്മല സീതാരാമനാണ് കഴിഞ്ഞ വർഷം പാർലമെന്റിൽ പുതിയ ആദായ നികുതി ബിൽ അവതരിപ്പിച്ചത്. അടുത്തതായി: ചന്ദ്രയാത്ര നടത്തുന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആര്? ഉത്തരം ക്രിസ്റ്റീന കുക്ക്. ചന്ദ്രയാത്ര നടത്തുന്ന ആദ്യ വനിത എന്ന റെക്കോർഡ് US-ൽ നിന്നുള്ള ക്രിസ്റ്റീന കുക്ക് സ്വന്തമാക്കി. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം ചെലവിട്ട വനിത എന്ന റെക്കോർഡും ക്രിസ്റ്റീനയുടെ പേരിലാണ്. നാസയുടെ ആർട്ടിമിസ് 2 ദൗത്യത്തിലെ യാത്രികരിൽ ഒരാളായാണ് ക്രിസ്റ്റീന ഈ നേട്ടം കുറിച്ചത്. അടുത്തതായി ആർട്ടിമിസ് ദൗത്യം.
ചന്ദ്രനെ ലക്ഷ്യമിട്ടുള്ള നാസയുടെ ആർട്ടിമിസ് ദൗത്യങ്ങളിലെ നിർണായക ഘട്ടമായ ആർട്ടിമിസ് 2 ഏപ്രിൽ 2 വിജയകരമായി വിക്ഷേപിച്ചു. യുഎസിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് SLS എന്ന ഭീമൻ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം. മനുഷ്യരെ വഹിച്ച് ഏറ്റവും കൂടുതൽ ദൂരം താണ്ടുന്ന ഏകദേശം 11 ലക്ഷം കിലോമീറ്റർ ബഹിരാകാശ യാത്ര എന്ന റെക്കോർഡും ആർട്ടിമിസ് ദൗത്യത്തിനുണ്ട്. 53 വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യ ചന്ദ്രയാത്രയിൽ ഒരു വനിതയുൾപ്പെടെ 4 യാത്രികരാണ് സഞ്ചരിച്ചത്. ഇവർ ഏപ്രിൽ 11 ഓറിയോൺ പേടകത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു. INS താരാഗിരി നാവികസേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത യുദ്ധക്കപ്പലാണിത്. ഏപ്രിൽ 3 പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശാഖപട്ടണത്ത് ഇത് കമ്മീഷൻ ചെയ്തു. റഡാർ, ഇൻഫ്രാറെഡ്, സോണാർ തരംഗങ്ങളെ വെട്ടിച്ച് ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള താരാഗിരി മുംബൈ മസഗോൺ ഡോക്ക് ലിമിറ്റഡ് ആണ് നിർമ്മിച്ചത്. അടുത്ത ചോദ്യം, ഉപരാഷ്ട്രപതി അടുത്തിടെ പ്രദർശിപ്പിച്ച പാർലമെന്റിലെ ചുവർചിത്രങ്ങളിലൂടെ ഇന്ത്യയുടെ ചരിത്രം വിവരിക്കുന്ന ടൈഡ്സ് ഓഫ് ടൈം ഭാരത്സ് ഹിസ്റ്ററി ത്രൂ മ്യൂറൽസ് ഇൻ പാർലമെന്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം സുധാമൂർത്തി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ നാവികസേന അടുത്തിടെ വിശാഖപട്ടണത്ത് ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്ത ഇന്ത്യയുടെ 3ാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഏത്? ഉത്തരം INS അരിതമൻ. അടുത്ത ചോദ്യം, നഗോയ പ്രോട്ടോകോൾ അനുസരിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ IRCC ഇന്റർനാഷണലി റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കറ്റ് ഓഫ് കംപ്ലയൻസ് സർട്ടിഫിക്കറ്റുകൾ നൽകിയ രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, 2026 ഛത്തീസ്ഗഡിൽ നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുകയും ഓവറോൾ ചാമ്പ്യന്മാരാവുകയും ചെയ്ത സംസ്ഥാനം? ഉത്തരം കർണാടക. കേരളത്തിന് 2 വെള്ളിയും 1 വെങ്കലവും അടക്കം 3 മെഡലുകളാണ് ലഭിച്ചത്. 23ാം സ്ഥാനമായിരുന്നെന്ന കാര്യം കൂടി ഓർക്കുക. അടുത്ത ചോദ്യം, 2026 ലോക ഹീമോഫീലിയ ദിനത്തിന്റെ ഔദ്യോഗിക പ്രമേയം എന്താണ്? ഉത്തരം രോഗനിർണയം പരിചരണത്തിലേക്കുള്ള ആദ്യ പടി, ഡയഗ്നോസിസ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു കെയർ. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ക്വാണ്ടം എക്കോസിസ്റ്റം റോഡ് മാപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം? ഉത്തരം കർണാടക. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ അഡ്വാൻസ്ഡ് 3D ചിപ്പ് പാക്കേജിംഗ് യൂണിറ്റ് സ്ഥാപിതമാവുന്നത് എവിടെ? ഉത്തരം ഭുവനേശ്വർ, ഒഡീഷ. അടുത്ത ചോദ്യം, 2026 മിസ് ഇന്ത്യ കിരീടം ചൂടിയത് ആരാണ്? ഉത്തരം സ്വാതി സതീഷ് സീൽ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോഗ്ലിഫ്സ് കൺസർവേഷൻ പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുന്നത്? ഉത്തരം ലഡാക്ക്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ആർമിയുടെ സെൻട്രൽ കമാൻഡിന്റെ ചീഫ് ഓഫ് സ്റ്റാഫായി അടുത്തിടെ ചുമതലയേറ്റ മലയാളി? ഉത്തരം ലഫ്റ്റനന്റ് ജനറൽ CJ ജയചന്ദ്രൻ. അടുത്ത ചോദ്യം, 2026 ലോക ഭൗമദിന പ്രമേയം? ഉത്തരം നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം, അവർ പവർ അവർ പ്ലാനറ്റ്. ഏപ്രിൽ 22 ലോക ഭൗമദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, തൃശൂർ മുണ്ടത്തിക്കോടുണ്ടായ പടക്ക നിർമ്മാണശാല സ്ഫോടനത്തിനെ പറ്റി അന്വേഷിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച ഏകാംഗ ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ്? ഉത്തരം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സംയോജിത ലിഥിയം അയൺ ബാറ്ററി അപൂർവ ഭൂവികാന്തം റീസൈക്ലിംഗ് കേന്ദ്രം അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് NSO റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രി വാസ നിരക്കുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം കേരളം. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ച ഐക്യരാഷ്ട്ര പൊതുസഭയുടെ UNGA പ്രസിഡന്റ്? ഉത്തരം ആനലീന ബെർബോക്ക്. അവസാനത്തെ ചോദ്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഏപ്രിൽ 29 ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ? ഉത്തരം ഗംഗ എക്സ്പ്രസ് വേ. ഇതോടുകൂടി നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനിയും അടുത്ത മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണുന്നവരെ ബായ്.